ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. ഞാൻ രൂപേഷ്. അപ്പോൾ നമ്മൾ വയനാടാണുള്ളത്. വയനാട് 900 കണ്ടിയുടെ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ ഇതുവരെ പോയിരുന്ന നമ്മളെ വണ്ടിയിലാണ്. അപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള എപ്പിസോഡെല്ലാം വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം, അല്ലാത്തവർക്കും സ്വാഗതം. അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മളെ മുൻഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടുവരിക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സുഹൃത്ത് ഞാനും കൂടി പിന്നെ നമ്മുടെ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ജീപ്പ് വന്നതിന് ശേഷം നമ്മൾ ഒരു എക്സ്ട്രീം ഓഫ് റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന വിധം ചെറിയ രീതിയിലൊന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് വണ്ടിയിലേക്ക് കയറി. ഇതാണ് വണ്ടിയുടെ അകത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ പിന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ലെങ്കിലും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പുതിയ സാരഥി പറഞ്ഞത്. ശരിക്കും നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് പോകേണ്ടി വരും, അതാണ് സ്ഥിതി കേട്ടോ. പിന്നെ ഡ്രൈവർമാരുടെ ഒരു സ്കില്ല് ഞാൻ സമ്മതിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഉരുളൻ കല്ലുകൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ വലിയ വലിയ കല്ലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് ലോങ്ങിലൊക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം വണ്ടിയുടെ ഗ്ലാസും കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഓണാക്കിയിട്ടുള്ളത്. അതിൻ്റെ ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിത് പുറത്ത് നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്ന വിഷ്വലിൽ കൂടി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും അത്രത്തോളം നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് തന്നെയാണ്. ഞാൻ ഇതുവരെ ഇത്തരം ഒരു ഓഫ് റോഡിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അടിപൊളി ഓഫ് റോഡിൽ നമ്മളിതുവരെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും ഉടച്ചെടുത്തു, നല്ല പിന്നെ യന്ത്രത്തിലോട്ട് നമ്മളൊന്ന് ചുരുട്ടി കൂട്ടിയെടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇയാളെയൊക്കെ സമ്മതിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ എത്രയോ ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം പിന്നെ താമസിക്കാൻ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്കും അതേപോലെ തന്നെ 900 കണ്ടിയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ആയിട്ട് ഇവരെ പിന്നെ ജീപ്പ് സവാരി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളരെ ഒരു റിസ്കി അറ്റംപ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു തവണ അതിൻ്റെ മേലെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ ഏകദേശം എല്ലാം ഒരു ഭാഗത്തായി. അപ്പോൾ ഇതൊരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ കയറ്റി ഇറക്കുന്ന ജീപ്പ് ഡ്രൈവേഴ്സിൻ്റെ ഒരു അവസ്ഥ, ആ ജീപ്പിൻ്റെ ഒരു അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നോക്കൂ, അത് കല്ലൊക്കെ അടർന്ന്, അതായത് ഒരു കല്ലിൽ കയറി മറ്റൊരു കല്ലിലേക്ക് പോകുന്ന പോലെയാണ്. ഇതെല്ലാം പിന്നെ സെറ്റല്ല. കാരണം എന്താ വെച്ചാൽ മണ്ണൊന്നിട്ട് സെറ്റല്ല. ഇതിങ്ങനെ ഉരുളൻ കല്ലുകളാണ്. കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ കൂടിയൊക്കെയാണ് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് എലമെൻറ്റ്സ് വളരെ കൂടുതലാണ്. കാരണം സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമാണ് ഇത് കയറ്റിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്തൊരു 4x4 വണ്ടി ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കിത് പിന്നെ സ്കിൽഡ് ഡ്രൈവർ അല്ലാത്തതുകൊണ്ടും ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും നമുക്കിത് കയറ്റി കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സ്ഥലത്തൊക്കെ പാറപ്പുറത്ത്, ഇവിടെയൊക്കെ പാറയാണ്. ഈ പാറയുടെ മേലോട്ട് കയറി അത് പിന്നെ കൊണ്ടുപോകുന്നത് ചില സമയത്ത് 3 ടയറിലോ അല്ലെങ്കിൽ 2 ടയറിലൊക്കെയാണ് ചിലപ്പോൾ വണ്ടി മൂവ് ആവുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കാണ്. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഫാമിലീസ് ആണെങ്കിലും പിന്നെ അഡൽട്ട്സ് ആണെങ്കിലും ഒരുപാട് പേര്, കുട്ടികളാണെങ്കിലും ഇഷ്ടം പോലെ ആളുകൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 900 കണ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഏകദേശം പിന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പാറപ്പുറത്ത് കൂടി ശരിക്കും കുറച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ തെന്നി കിടക്കുന്ന ഒരു വഴിയാവും. ഏറ്റവും റിസ്ക്കിയാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതിൽ കയറി പോകാനെന്നുള്ളത് എന്തായാലും നിങ്ങളൊരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു ഓഫ് റോഡും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാവും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മേലൊരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കി തരണം. നമ്മളുടെ ആ ഒരു വീഡിയോ, നമ്മളുടെ ഇതുപോലുള്ള ഒരുപാട് പിന്നെ പ്ലാനുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇനിയും ഒരുപാട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, സോളോ ട്രിപ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ കുറച്ചൊരു നല്ല ഭാഗം കിട്ടുമ്പോൾ വണ്ടി ഒന്ന് സ്പീഡിൽ പോകും. പിന്നെ ഇതാണ് അവസ്ഥ. വീണ്ടും അതേപോലെ തന്നെ ആ ഒരു ഇളകി കിടക്കുന്ന പോലുള്ള സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ പാറയാണ്. ആ പാറയുടെ മേലിലൂടെയാണ് വണ്ടി. ചില സ്ഥലത്തൊക്കെ അവർ പിന്നെ കല്ലൊക്കെ ഇട്ടിട്ട് ആ ഒരു പ്രതലം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല, അത്രത്തോളം റിസ്ക്കിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ
മൊബൈല് നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. കാരണം ഇത് അഥവാ ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ താഴോട്ട് നേരെ ടയറിന് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ലേ. അപ്പോൾ അത്രയും റിസ്കി ആയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. കാരണം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടില്ലല്ലോ. പിന്നെ ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, വേറൊരു വണ്ടി അല്ലേ നമ്മളെ വണ്ടി തന്നെ കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എവിടെ വൺ വേ പോലെയാണ്, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സൈഡ് കൊടുക്കാനുള്ളൊരു ഏരിയ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിന് അങ്ങനെ എടുക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഹോണൊക്കെ അടിച്ചിട്ട് വേണം കേട്ടോ കയറി പോകാൻ. ഏകദേശം ചില മിക്ക സ്ഥലത്തും വൺ വേ പോലെയൊക്കെയാണ്. ചില സ്ഥലത്ത് വണ്ടി സൈഡ് കൊടുക്കാൻ ജീപ്പിന് മറ്റൊരു ജീപ്പിന് സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ലാത്ത പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ പിന്നെ ശ്രമകരമായി തന്നെയാണ് ഡ്രൈവേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ വണ്ടിയും കയറ്റി പോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതൊക്കെ വളരെ റിസ്ക്കി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചില സ്ഥലത്ത് ഇതുപോലെ സൈഡ് കൊടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതെല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നിരന്തരം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായതുകൊണ്ട് വളരെ റിസ്ക്കി ആയിട്ടുള്ള പിന്നെ സംഭവം തന്നെ കേട്ടോ. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് ഇറങ്ങി വരുന്നു, കയറിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടി ഓരോ റിസോർട്ടിൻ്റെ വണ്ടികളും അതേപോലെ ഇവിടെ ഈ 900 പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ആയിട്ട് ഓടുന്ന വണ്ടികളൊക്കെയാണ്. അപ്പോൾ ഒരു വണ്ടിക്ക് 1200 രൂപയോളം ശരിക്കും നമ്മളിതിന് പേ ചെയ്യണം. 1200 രൂപയോളം കൊടുത്താലാണ് നമുക്കിത് മുകളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് ഈ 1200 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പിന്നെ എന്താണ് ഇത്രയും വലിയൊരു എമൗണ്ട് എന്നൊക്കെ തോന്നാം. പക്ഷേ ഈ യാത്ര പോയി കഴിഞ്ഞാൽ 1200 പോരാന്നേ എനിക്ക് തോന്നുള്ളൂ. കാരണം ഈ ജീപ്പിൻ്റെ മെയിൻ്റനൻസും ഈ ജീപ്പ് അവിടെ എത്തോളമുള്ള എണ്ണച്ചെലവും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ 1200 രൂപയ്ക്ക് ഒരു ജീപ്പിൽ എത്ര ആളുകൾ പോകാൻ, ശരിക്കും ഒരാളല്ല 1200 രൂപ എടുക്കേണ്ടത്, ഒരു വണ്ടിക്കാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വർത്താണ്, ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വർത്താണ്. കാരണം 1200 രൂപ എന്നുള്ളതിലുപരി അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ഇനി 1200 രൂപ എടുക്കാനില്ലാത്തവർ ഈ വീഡിയോ കണ്ട് സാറ്റിസ്ഫൈഡ് ആയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ അവിടെ ചെന്ന് പിന്നെ കാടും മലയൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അതൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഗെയിംസും കാര്യങ്ങളും പിന്നെ ആക്ടിവിറ്റീസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെ ആയിരിക്കും. 900 മറക്കണ്ട. പിന്നെ അവിടെ ബോച്ചയുടെ ഒരു പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോകാൻ. നമ്മളവിടെ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാത്ര തീരുന്നില്ല. ഏകദേശം 4 കിലോമീറ്ററിൻ്റെ അടുത്ത്, 4 കിലോമീറ്ററിൻ്റെ എപ്പോൾ ദൂരം ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ 900 വരെ പോയിട്ടുള്ളൂ. 900 എത്താനാണ്, അതായത് ആ ഒരു പിന്നെ എക്കോ പാർക്കിലേക്ക് എത്താനാണ് ഞാൻ ഈ പറഞ്ഞ 3-4 കിലോമീറ്റർ ഉള്ളത്. അവിടെ നിന്നും പിന്നെ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ വേറൊരു പിന്നെ സ്ട്രെച്ചും കൂടി ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പൈതൃക ഗ്രാമത്തിൻ്റെ, അതായത് എന്നൂരല്ല വേറൊരു പൈതൃക ഗ്രാമം ഉണ്ട്, അവിടോട്ട് പോകാം. അതേപോലെ അതിന് മേലേക്ക് വേറെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലെ സ്റ്റേ ചെയ്യുന്ന അവസ്ഥയ്ക്കൊന്ന് ആലോചിച്ച് നോക്കും. എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് അല്ലേ. ശരിക്കും ഫോറസ്റ്റിനകത്തുകൂടെയാണ് ഈ പാത്ത് വരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വണ്ടിയുടെ ടയർ കയറി പോകുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിട്ട് കാര്യമില്ല. കാരണം രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പോകാൻ കഴിയില്ല. കുറച്ചൊക്കെ പിന്നെ നിലത്ത് പതിച്ച പോലെ, കരിങ്കല്ല് പതിച്ച പോലെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് കോൺക്രീറ്റൊക്കെ ഉള്ളൂ. ഭൂരിപക്ഷം ഭാഗത്തും നമുക്ക് ഇത് തന്നെയാണ് ഉള്ളത്, എക്സ്ട്രീം ഓഫ് റോഡ് തന്നെയാണ് ഉള്ളത്. ശരിക്കും ഇതൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു ഓഫ് റോഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് അത് അങ്ങനെ ആകുമ്പോഴാണല്ലോ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറോ ചെയ്തിട്ടിരിക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അതിന് നമുക്ക് സാധാരണ റോഡുണ്ടല്ലോ. പക്ഷേ ഇത്തരം ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു റോഡിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ ആ എക്കോ പാർക്കിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. അപ്പോൾ നമ്മളിനി നേരെ അതിനകത്തേക്കാണ്. നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങൊക്കെ ഉള്ള പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തടാകം പോലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു റിസോർട്ടുണ്ട്. അതേപോലെ കയറി വരുമ്പോൾ അത് അപ്പുറത്ത് കാണുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അതാണ് നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട് മാനേജറായിരുന്നിരുന്ന റിസോർട്ട്. അവിടെ ആ ഒരു പരിചയം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ടൊക്കെ മേലേക്ക് എത്തിയത്. നമ്മുടെ വലിയ ക്യാഷ് ചിലവില്ലാതെ മേലോട്ട് എത്തിയത്. 1200 രൂപയൊന്നും നമ്മൾ പേ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ റിസോർട്ടിൻ്റെ വണ്ടി വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മളുടെ സുഹൃത്ത് ഷിജോ ഇവിടുത്തെ മാനേജറായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തൊന്നും ഇത്രയും ഡെവലപ്ഡ് ഒന്നും ആയിരുന്നില്ല അവിടെ. അതൊരു 4-5 വർഷം മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഷിജോ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കുറച്ച് സ്റ്റാഫ്സൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ മീറ്റ് ചെയ്യണം. പിന്നെ അവരുടെ ഒരു ബോസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആളെ മീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് റിസോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. അതിനുശേഷം ഇയാളെ കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഇത് ഷിജോ അവിടെ വർക്ക് ചെയ്ത് തരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നു. ഇവിടെ ഒരു കൂൾ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്.